ആകാശവാണി നിയമസഭ വാരാന്ത്യ അവലോകനം തയ്യാറാക്കിയത് ശ്രീകുമാർ പള്ളിയിലത്ത്. കേരള കൗമുദി, തിരുവനന്തപുരം. അവതരണം ഉദയൻ കിളിയന്നൂർ. ലോക കേരള സഭയുടെ 4ാം സമ്മേളനത്തിനു വേണ്ടി താൽക്കാലികമായി നിർത്തിവച്ച നിയമസഭയുടെ സമ്പൂർണ്ണ ബജറ്റ് സമ്മേളനം ജൂൺ 19-നാണ് പുനരാരംഭിച്ചത്. കണ്ണൂരിലെ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് അംഗം സണ്ണി ജോസഫാണ് ബുധനാഴ്ച അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയിരുന്നത്. കണ്ണൂർ എരഞ്ഞോളിയിൽ സ്റ്റീൽ ബോംബ് പൊട്ടി വയോധികൻ മരിച്ച സംഭവം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നതായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. എല്ലാ തെളിവുകളും നശിപ്പിച്ച ശേഷമാണ് പോലീസ് സംഭവസ്ഥലത്ത് എത്തിയതെന്ന് അടിയന്തര പ്രമേയ നോട്ടീസിൽ സണ്ണി ജോസഫ് ആരോപിച്ചു. കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിൽ കുടിൽ വ്യവസായം പോലെയാണ് ബോംബ് നിർമ്മാണം നടക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി. കണ്ണൂരിൽ ബോംബ് നിർമ്മിച്ചു തുടങ്ങിയത് കോൺഗ്രസ് ആണെന്നും ഇപ്പോൾ അവിടെ സമാധാന അന്തരീക്ഷമാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരിച്ചടിച്ചു. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് ശേഷം അടിയന്തര പ്രമേയ നോട്ടീസ് തള്ളിയതോടെ പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ക്രിമിനലുകളെ പോലീസിൽ വച്ചുപൊറുപ്പിക്കില്ല എന്നതാണ് സർക്കാർ നയമെന്ന് അൻവർ സാദത്തിന്റെ ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടിയായി മുഖ്യമന്ത്രി പറഞ്ഞു. 8 വർഷത്തിനുള്ളിൽ 108 പേരെ പിരിച്ചുവിട്ടു. ഏതാനും ചില ഉദ്യോഗസ്ഥർ സേനയുടെ വിശ്വാസ്യത കളങ്കപ്പെടുത്തുന്ന പ്രവൃത്തികളിൽ ഏർപ്പെടുന്നുണ്ടെന്നും ക്രിമിനൽ സ്വഭാവമുള്ള ഉദ്യോഗസ്ഥരെ ഘട്ടം ഘട്ടമായി സേനയിൽ നിന്ന് പുറത്താക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കുറ്റകൃത്യങ്ങളുടെ ഗൗരവത്തിന്റെ അടിസ്ഥാനത്തിൽ ശിക്ഷാ നടപടികൾ എടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഭക്ഷ്യവകുപ്പിന് നിയമസഭ പാസാക്കിവിടുന്ന തുക കൃത്യസമയത്ത് ലഭ്യമാക്കാൻ നടപടിയുണ്ടാകണമെന്നതായിരുന്നു ധനാഭ്യർത്ഥന ചർച്ചയ്ക്കുള്ള മറുപടിയിൽ മന്ത്രി GR അനിൽ പറഞ്ഞത്. സപ്ലൈകോയിൽ കഴിഞ്ഞ 10 മാസങ്ങളായി വിറ്റുവരവ് കുറഞ്ഞുവരികയാണ്. ചില മാധ്യമങ്ങളും പ്രതിപക്ഷ പാർട്ടികളും നടത്തുന്ന തെറ്റായ പ്രചരണങ്ങളാണ് ഇതിന് കാരണമെന്നും മന്ത്രി അറിയിച്ചു. എന്നാൽ സപ്ലൈകോയുടെ ഒരു ഔട്ട്ലെറ്റും ഇതുവരെ പൂട്ടിയിട്ടില്ലെന്ന് മാത്രമല്ല, പുതുതായി തുടങ്ങിയതും പുതുക്കിപ്പണിതതുമായ 90ഓളം ഔട്ട്ലെറ്റുകളുടെ പ്രവർത്തനം മികച്ച രീതിയിൽ നടക്കുന്നതായും മന്ത്രി അറിയിച്ചു. സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടെങ്കിലും റേഷൻ കടക്കാർക്കും വിതരണക്കാർക്കും പണം നൽകാൻ ബാക്കിയില്ലെന്നും മന്ത്രി അനിൽ വ്യക്തമാക്കി. കോഴിക്കോട് നിന്ന് വയനാട്ടിലേക്കും മൈസൂരിലേക്കുമുള്ള യാത്ര സുഗമമാക്കുന്നതിനുള്ള ആനക്കാംപൊയിൽ കള്ളാടി തുരങ്കപാതയുടെ നിർമ്മാണം ഈ വർഷം തുടങ്ങുമെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പുകളുടെ ധനാഭ്യർത്ഥന ചർച്ചയ്ക്കുള്ള മറുപടിയിൽ മന്ത്രി PA മുഹമ്മദ് റിയാസ് അറിയിച്ചു. 2043.70 കോടിയാണ് ചെലവ്. സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയാണ് വയനാട് തുരങ്കപാതയെന്നും മന്ത്രി പറഞ്ഞു. 6 വരി ദേശീയപാതയുടെ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുകയാണ്. ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം പദ്ധതിയിൽ 5 റെയിൽവേ മേൽപ്പാലങ്ങളുടെ നിർമ്മാണം പൂർത്തിയായി. ഡെസ്റ്റിനേഷൻ ചലഞ്ച് ടൂറിസം പദ്ധതി 30 കേന്ദ്രങ്ങളിൽ ഈ വർഷം തുറക്കുമെന്നും മന്ത്രി അറിയിച്ചു. ക്ഷേമ പെൻഷൻ മുടങ്ങുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു വ്യാഴാഴ്ച പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയം. 6 മാസമായി പെൻഷൻ നൽകുന്നില്ലെന്നും സർക്കാർ പെൻഷൻ നൽകുന്നതിൽ നിന്ന് മെല്ലെ പിന്മാറുകയാണെന്നും അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിച്ച PC വിഷ്ണുനാഥ് പറഞ്ഞു. നവകേരളം, കേരളീയം തുടങ്ങിയവയ്ക്ക് സർക്കാരിന് പണമുണ്ടെന്നും വിഷ്ണുനാഥ് ആരോപിച്ചു. പെൻഷൻ കുടിശ്ശിക ഉടൻ കൊടുത്തു തീർക്കുമെന്നും ഇക്കാര്യത്തിൽ ജനങ്ങൾക്ക് ആശങ്ക വേണ്ടെന്നും ധനമന്ത്രി KN ബാലഗോപാൽ മറുപടിയിൽ വ്യക്തമാക്കി. 5 മാസത്തെ പെൻഷൻ കുടിശ്ശികയുണ്ടെന്നും ജൂണിലെ പെൻഷൻ അടുത്തയാഴ്ച നൽകുമെന്നും മന്ത്രി പറഞ്ഞു. ഇന്ധന സെസ്സായി 2 രൂപ വീതം പിരിച്ചിട്ടും പെൻഷൻ നൽകാതെ ജനങ്ങളെ കബളിപ്പിച്ചെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നിറങ്ങിപ്പോയി. വന്ദേ ഭാരത് ട്രെയിൻ സർവീസ് ആരംഭിച്ച ശേഷം സാധാരണ യാത്രക്കാർക്ക് അസൗകര്യമാണെന്ന വ്യാപകമായ പരാതിയുണ്ടെന്ന് മന്ത്രി V അബ്ദുറഹിമാൻ നിയമസഭയിൽ പറഞ്ഞു. വന്ദേ ഭാരതിനായി ചില ട്രെയിനുകളുടെ സമയം മാറ്റേണ്ടി വന്നു. യാത്രാ പ്രശ്നം പരിഹരിക്കാൻ വന്ദേ ഭാരത് പര്യാപ്തമല്ലെന്നും ട്രെയിൻ യാത്രക്കാരുടെ പ്രശ്നങ്ങൾ കേന്ദ്ര സർക്കാരിന്റെയും റെയിൽവേ ബോർഡിന്റെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും P മമ്മിക്കുട്ടിയുടെ ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടിയായി മന്ത്രി അറിയിച്ചു. വ്യവസായ രംഗത്ത് കൂടുതൽ മൂലധന നിക്ഷേപം ആകർഷിക്കുന്നതിനായി ജനുവരിയിൽ ആഗോള നിക്ഷേപ സംഗമം സംഘടിപ്പിക്കുമെന്ന് വ്യവസായ വകുപ്പിന്റെ ധനാഭ്യർത്ഥന ചർച്ചയ്ക്കുള്ള മറുപടിയിൽ മന്ത്രി P രാജീവ് അറിയിച്ചു. ഇതിനു മുൻപായി ലോജിസ്റ്റിക്, ESG, ഗ്രാഫിൻ, കയറ്റുമതി നയങ്ങൾക്ക് സർക്കാർ രൂപം നൽകും. ജൂലൈ 11-12 തീയതികളിൽ അന്താരാഷ്ട്ര ജൻ AI കോൺക്ലേവ് കൊച്ചിയിൽ സംഘടിപ്പിക്കും. കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ 9,598 കോടി രൂപയുടെ നിക്ഷേപം സംസ്ഥാനത്തുണ്ടായി. വ്യവസായ വകുപ്പിന്റെ ധനാഭ്യർത്ഥന ചർച്ചയ്ക്കിടെ വീണ്ടും CMRL പണമിടപാട് ആരോപണം മാത്യു കുഴൽനാടൻ ഉയർത്തിയത് ഏറെ നേരം ബഹളത്തിനിടയാക്കി. ഉടനിടപെട്ട സ്പീക്കർ AN ഷംസീർ കോടതിയുടെ പരിഗണനയിലുള്ള വിഷയം സഭയിൽ ഉന്നയിക്കാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കി.
ചട്ടവും ക്രമവും പാലിക്കാത്ത ഒന്നും രേഖകളിൽ ഉണ്ടാകില്ലെന്നും സ്പീക്കർ വ്യക്തമാക്കി. MLA പിന്മാറാൻ തയ്യാറാകാതെ വന്നതോടെ സ്പീക്കർ മൈക്ക് ഓഫ് ചെയ്തു. കിടപ്പിലായ വയോജനങ്ങളെ നോക്കാനെത്തുന്ന ഹോം നഴ്സുമാരുടെയും കെയർ ഗിവർമാരുടെയും വിശ്വാസ്യതയും വൈദഗ്ധ്യവും ഉറപ്പാക്കാൻ സമഗ്ര നിയമം കൊണ്ടുവരുമെന്ന് സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ആർ ബിന്ദു ധനാഭ്യർത്ഥന ചർച്ചയ്ക്കുള്ള മറുപടിയിൽ അറിയിച്ചു. വയോജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കാൻ സംസ്ഥാനത്ത് പുതിയ വയോജന നയം ആവിഷ്കരിക്കും. അൽഷമേഴ്സ്, ഡിമൻഷ്യ പോലുള്ള അസുഖങ്ങൾ ബാധിച്ച് ഓർമ്മക്കുറവുണ്ടാകുന്ന വയോജനങ്ങൾക്കായി ഓർമ്മത്തോണി പദ്ധതി നടപ്പിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ചെമ്മീൻ പീലിംഗ് തൊഴിലാളികളുടേതടക്കം ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നത് പഠിക്കാൻ ലേബർ കമ്മീഷണർ, ESI ഫിഷറീസ് ഡയറക്ടർമാർ, തൊഴിലാളി സംഘടനാ പ്രതിനിധികൾ എന്നിവരടങ്ങിയ സമിതിയെ നിയോഗിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. മിനിമം വേതനം നൽകുന്നില്ലെന്ന പരാതിയിൽ നിയമപരമായ നടപടിയുണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. മിനിമം വേതനം പുതുക്കുന്നതിന് ശുപാർശ നൽകാൻ ഉപസമിതിയെ ചുമതലപ്പെടുത്തി. 84 മേഖലകളിൽ മിനിമം വേതനം നടപ്പാക്കിയിട്ടുണ്ടെന്നും H. സലാമിന്റെ ശ്രദ്ധ ക്ഷണിക്കലിന് മന്ത്രി മറുപടി നൽകി. അനൌദ്യോഗിക അംഗങ്ങളുടെ വിഷയം കൂടി പരിഗണിച്ച് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:30 സഭ പിരിഞ്ഞു. നിങ്ങൾ കേട്ടത് നിയമസഭ വാരാന്ത്യാവലോകനം.